പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന് സ്തുതി. നാം എല്ലാവരുടെ മേലും അവിടുത്തെ കരുണയും മനസ്സലിവും അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇത് ഞാൻ പല പ്രാവശ്യം നമ്മുടെ ലൈവിൽ പറഞ്ഞിട്ടുള്ളതാണ്. വെസ്റ്റേൺ ഗോസ്പലിന്റെയും ഈസ്റ്റേൺ ഗോസ്പലിന്റെയും വ്യത്യാസമാണ്. വെസ്റ്റേൺ ഗോസ്പലിൽ ലീഗൽ വ്യൂ ആണ്. കാരണം ദൈവം അവിടെ ന്യായാധിപതിയാണ്. മുഴുവൻ കാര്യങ്ങളും ജുഡീഷ്യൽ വ്യൂവിലാണ് അവർ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു നിയമ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നോ അങ്ങനെ കുറ്റവാളികളെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ മനുഷ്യരെ കൈകാര്യം ചെയ്യുന്നു. കുറ്റവാളികളെ കാണുന്നത് പോലെ മനുഷ്യരെ കാണുന്നു. അപ്പൊ അവരുടെ പാശ്ചാത്യ സുവിശേഷത്തിലുള്ള പാപക്ഷമ, രക്ഷ എല്ലാം തന്നെ ലീഗൽ ടേംസിലാണ് അവർ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയ പാശ്ചാത്യ സുവിശേഷത്തിന്റെ രചയിതാക്കളെ നോക്കിയാൽ തന്നെ അവർ നല്ലൊരു പങ്കും വക്കീലന്മാരാണ്. അപ്പൊ ലീഗൽ വ്യൂ ആണ് അവരുടെ. പക്ഷെ ഈസ്റ്റേൺ ഗോസ്പലിൽ ലീഗൽ വ്യൂ ഇല്ല, മറിച്ച് റിലേഷണൽ വ്യൂ ആണ്, ബന്ധാധിഷ്ഠിതമാണ്. ഒരു കുടുംബമായിട്ടാണ് കാണുന്നത്, അല്ലാതെ ഒരു കോടതിയായിട്ടല്ല. അപ്പൊ പാശ്ചാത്യ സുവിശേഷം ഒരു കോടതിയായിട്ട് നിൽക്കുമ്പോൾ പൗരസ്ത്യ സുവിശേഷം ഒരു കുടുംബമായിട്ട് നിൽക്കും. അവിടെ ഒരു പിതാവാണ്, ജഡ്ജിയല്ല. അപ്പൊ പൗരസ്ത്യ സുവിശേഷത്തിൽ പിതാവും മക്കളുമാണ്. പാശ്ചാത്യ സുവിശേഷത്തിൽ ജഡ്ജിയും പ്രതികളുമാണ്. നിയമഗ്രന്ഥങ്ങളും വലിയ ചുറ്റികയും തൂക്കുമരവും നരകത്തിയും ഒക്കെ ആയിട്ട് പാശ്ചാത്യ സുവിശേഷം നിൽക്കുകയാണ്. പൗരസ്ത്യ സുവിശേഷത്തിൽ ഒരു കുടുംബവും ആ പിതാവും മക്കളും വേദനയും കണ്ണുനീരും പുനഃസമാഗമവും ആനന്ദവും ആഹ്ലാദവും റീയൂണിയൻ, റിസ്റ്റോറേഷൻ, ഇതാണ് പാശ്ചാത്യ പൗരസ്ത്യ സുവിശേഷങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഈ ലീഗൽ വ്യൂ ആണ് ഇവിടെ നമ്മൾ കേൾക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു ഉടനെ തനത് വിധി, ഡിം, കോടതി, റിമാൻഡ് കാലാവധി, റിമാൻഡിലേക്ക് വിടുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള മാനുഷിക കാഴ്ചപ്പാടാണ്. ദൈവത്തെ തങ്ങളുടെ മനസ്സുപോലെ, അതായത് മനുഷ്യനെ പോലെ ഒരു വൃത്തികെട്ടവനാണ് ദൈവം എന്ന് ഇവർ ചിന്തിക്കുക. എന്നിട്ട് മനുഷ്യൻ കൈകാര്യം ചെയ്യുന്ന പോലെ തിയോളജി ഉണ്ടാക്കുക. അപ്പൊ അതാണ് ഇവര് ചിന്തിക്കുന്നത്, തനത് വിധി. അപ്പൊ മരിച്ചാൽ ഉടനെ ഒന്നുകിൽ നരകത്തിലോട്ട് പോകും, അല്ലെങ്കിൽ സ്വർഗത്തിലോട്ട് പോകും. പെന്തക്കോസ്തുകാർ പറയുന്ന സെയിം ആശയമാണ്, പെന്തക്കോസ്ത് ആശയം തന്നെ. പിന്നെ പ്രതീക്ഷിക്കൊന്നും വകയില്ല, അവിടെ കൊണ്ട് തീർന്നു, ഇതാ കിടക്കുന്നു. അപ്പൊ ഇതിനെയാണ് ലീഗൽ വ്യൂ എന്ന് പറയുന്നത്. പാശ്ചാത്യ സുവിശേഷം ലീഗലിസമാണ്. പൗരസ്ത്യ സുവിശേഷത്തിൽ റിലേഷനാണ് പ്രാധാന്യം. അവിടെ ജഡ്ജിയും കോടതി മുറിയും ഒന്നുമില്ല, ജഡ്ജിയും കോടതി മുറിയും ഒന്നുമില്ല. കരുണയ്ക്കാണ് പ്രാധാന്യം. കരുണ യാഗത്തിലല്ല, കരുണയിൽ അത്രയും ഞാൻ പ്രസാദിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ പ്രസാദം ഇതിലാണ്, കരുണയിലാണ്. അപ്പൊ കരുണ വഴിഞ്ഞൊഴുകുന്ന സുവിശേഷ ദർശനമാണ് പൗരസ്ത്യ സുവിശേഷം. അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ ശത്രുക്കളെ സ്നേഹിക്കുന്നു. ക്രിസ്തു ഹൃദയമാണ് അവിടെ വെളിപ്പെടുന്നത്. ശത്രുക്കളെ സ്നേഹിക്കുന്നു. അവൻ എല്ലാവരുടെയും ദൈവമാണ്, എല്ലാവരുടെയും രക്ഷകനാണ്. He is the savior of all. God is savior, not a judge. അപ്പൊ ദൈവം അങ്ങനെ വന്നിട്ട് ഈ തീക്കകത്തോട്ട് പിടിച്ചിടുന്ന അങ്ങനെയല്ല. അപ്പൊ പൗരസ്ത്യ കാഴ്ചപ്പാടിൽ ന്യായവിധിക്ക് തന്നെ വ്യത്യാസമുണ്ട്. ന്യായമായി വിധിക്കുകയാണ്, അല്ലെങ്കിൽ ന്യായമായി വീതിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഉദാഹരണത്തിന്, വീതം വാങ്ങിപ്പോയ ഇളയ പുത്രൻ മടങ്ങി വന്നപ്പം അവന് വീണ്ടും എന്ത് ചെയ്യാണ്? അധികാരത്തിന്റെ മോതിരവും അംഗീകാരത്തിന്റെ കുപ്പായവും അഭിമാനത്തിന്റെ പാദരക്ഷകളും ഒക്കെ കൊടുക്കുകയാണ്. ആശ്ലേഷത്തിന്റെയും ആലിംഗനത്തിന്റെയും ആഘോഷത്തിന്റെയും ഒക്കെ വലിയ അനുഭവത്തിലേക്ക് ഈ ഇളയപുത്രനെ സ്വീകരിക്കുകയാണ്. അത് ലീഗൽ വ്യൂവിൽ ശരിയാവത്തില്ല. ലീഗൽ ടേംസിൽ ചിന്തിച്ചാൽ അവനവന്റെ വീതം മേടിച്ചതാണ്, ആ നിയമപ്രകാരം പിന്നെ അവന് അവകാശമില്ല. അപ്പൊ ലീഗലിസം അല്ല അവിടെ നടക്കുന്നത്. നിയമങ്ങളെല്ലാം അതിലംഘിക്കുന്ന
സ്നേഹമാണ്. ഇപ്പൊ എന്ത് തരത്തിലുള്ള ദൈവത്തെയാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത്? നിങ്ങളുടെ ദൈവത്തിന്റെ വലിപ്പം എന്താണ്? നിങ്ങളുടെ മാത്രം ദൈവമാണോ, അതോ യൂണിവേഴ്സൽ ഗോഡാണോ? സകല മനുഷ്യരുടെയും ദൈവത്തെ കുറിച്ചാണോ നിങ്ങൾ പ്രസംഗിക്കുന്നത്? എല്ലാ മനുഷ്യരുടെയും ദൈവം, എല്ലാ മനുഷ്യരുടെയും രക്ഷകൻ, അങ്ങനെയുള്ള ഒരു യൂണിവേഴ്സൽ ഗോഡ്, എല്ലാവരുടെയും ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു ഗ്രൂപ്പിന്റെ ദൈവത്തെ, സെക്ടേറിയനിസമാണ്, അങ്ങനെ ഒരു ചെറിയ വിഭാഗത്തിന്റെ ദൈവം മാത്രമാണ് ദൈവം എന്നൊക്കെ അവകാശപ്പെടുന്ന എക്സ്ക്ലൂസീവിസം, അതല്ല യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുവാനാണ് ഈ കാര്യം ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞ ദൈവം ദുഷ്ടന്മാരെയും നീതിമാന്മാരെയും ഒരുപോലെ മഞ്ഞും മഴയും കൊടുത്ത് സന്തോഷിപ്പിക്കുന്ന ദൈവസ്നേഹം. യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്താണ് വിശേഷതയുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിപ്പീൻ. ആ പറഞ്ഞ ദൈവം, അല്ലെങ്കിൽ ആ പറഞ്ഞ യേശുക്രിസ്തു കുറച്ചു കഴിയുമ്പോൾ വേഷം മാറി വന്ന് ശത്രുക്കളെ പിടിച്ച് തീക്കാത്തിട്ട് പൊരിക്കുമെന്ന് പറയുന്ന സുവിശേഷം ദൈവീകമല്ല, ദൈവീകമല്ല, ദൈവീകമല്ല. അത് മനുഷ്യ ചിന്തയിൽ നിന്നുണ്ടാകുന്ന പ്രതികാരത്തിന്റെ സുവിശേഷമാണ്. I am not better than anybody in this world. ഇതാണ് ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്, ഗ്ലോറിയസ് അണ്ടർസ്റ്റാൻഡിങ്. ഇത് പൗരസ്ത്യ സഭാപിതാക്കന്മാരുടെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇതാണ് സുറിയാനി സഭയിലെ പിതാക്കന്മാർ ലിറ്റർജിയിൽ എഴുതി വെച്ചത്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന അർപ്പിച്ച 10,000 പേര് കുർബാനയിൽ പങ്കെടുക്കുന്നില്ല. കുർബാനയ്ക്ക് ശേഷം മുഖ്യ കാർമ്മികൻ മുന്നോട്ട് വന്നിട്ട് പറയുന്നത്, ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസനാകും. ഐ നീഡ് യുവർ പ്രേയേഴ്സ്. ഞാൻ ഷിബു പീഡിയക്കൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്ലോറിയസ് ഗോസ്പൽ. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഗ്ലോറിയസ് ഗോസ്പൽ ഒഫീഷ്യൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.